പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ ഇന്ന് പ്രഭാതത്തിൽ ദൈവം ഒരു അവസരം തന്നല്ലോ. അതിനായി ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്: ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ആഗ്രഹം, നമ്മളെല്ലാവരും ധാരാളം ഫലം കായ്ക്കണമെന്ന്, ധാരാളമായി അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ ഞെരുക്കങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? നിങ്ങളുടെ തളർച്ചയൊന്ന് മാറി നിങ്ങളൊന്ന് ബലപ്പെടണമെന്ന് ആഗ്രഹമില്ലേ? നിങ്ങളുടെ നിരാശ മാറി ഒന്ന് സന്തോഷിക്കണം നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? നിങ്ങളുടെ പ്രയാസങ്ങൾ മാറി ഒന്ന് ഫ്രീ ആയിട്ട് നടക്കണമെന്ന് നിങ്ങൾക്കൊരാഗ്രഹമില്ലേ? നിങ്ങൾ രോഗിയാണെങ്കിൽ നിങ്ങളുടെ രോഗം മാറണമെന്ന് നിങ്ങൾക്കൊരാഗ്രഹമില്ലേ? അതാ കർത്താവ് ഇവിടെ പറയുന്നത്, വളരെ ഫലം കായ്ക്കും. എന്നാൽ ഈ വളരെ ഫലം കായ്ക്കണമെങ്കിൽ, ധാരാളം നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നത്: ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവും അതിനുള്ള വഴിയും പറഞ്ഞു തരികയാണ്. നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ ആത്മീക മണ്ഡലങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ ഭൗമിക മണ്ഡലങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ലോകപ്രകാരമുള്ള എന്തെങ്കിലും വഴികൾ തേടാനല്ല ഇവിടെ പറയുന്നത്. പിന്നെ അതിലപ്പുറമായി കർത്താവ് നമ്മളിലും നമ്മൾ കർത്താവിനുമായി തീരണം എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന്റെ അധീനതയിൽ നമ്മൾ ആയെങ്കിൽ മാത്രമേ നമുക്ക് വളരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു വൃക്ഷം ഫലം കായ്ക്കണമെങ്കിൽ അതിന് ഇല കൊണ്ടത് കൊണ്ടോ കൊമ്പുള്ളത് കൊണ്ടോ ഫലം കായ്ക്കണമെന്നില്ല. എന്നാൽ ആ വൃക്ഷത്തിന്റെ അടിവേരിനകത്ത് ജലാംശമുണ്ടായി പോഷക ഗുണങ്ങളെ വലിച്ചെടുത്ത് ആ പോഷക ഗുണങ്ങൾ അതിന്റെ കൊമ്പിൽ കൂടെയും ഇലയിൽ കൂടെ ഒക്കെ വ്യാപിപ്പിച്ചാണ് അവസാനം നല്ല ഫലങ്ങൾ അതിൽ പുറപ്പെടുവിക്കുന്നത്. യേശു കർത്താവിൽ വസിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ തളർച്ച മാറി നമുക്ക് ബലം ലഭിക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ഞെരുക്കം മാറണമെങ്കിൽ യേശു കർത്താവിലായി തീരണം. അങ്ങനല്ലേ ഇവിടെ യോഹന്നാന്റെ ഈ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലുമാകണം. നമ്മൾ കർത്താവുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, ക്രിസ്തുവേശുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം. യോഹന്നാന്റെ ലേഖനത്തിൽ പറയും, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എന്റെ കൽപ്പന അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ കള്ളന്മാരാ. നമ്മൾ കർത്താവിലാണ് എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ വചനത്തിന്റെ അകത്ത് പ്രമാണമില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള വഴികളിൽ സഞ്ചരിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അങ്ങനെ സഞ്ചരിക്കുന്ന ഒരാളാണ് നിങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു വളർച്ചയില്ലാത്തത്. പല പ്രിയപ്പെട്ടവരുടെ പറയാറുണ്ട്, പക്ഷേ ഞാൻ ഇത്ര വർഷമായി വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് പക്ഷെ വേണ്ട നിലയിൽ എനിക്ക് അങ്ങോട്ട് അനുഗ്രഹിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ കാരണം ദൈവാത്മാവ് പറയുന്നത്, കർത്താവ് നിങ്ങളിലും നിങ്ങൾ കർത്താവിനുമായിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഉണ്ടോ? നിങ്ങൾക്ക് ഒരു നല്ല ഏകാഗ്രതയോടുകൂടി ഒരു ആരാധനയുണ്ടോ? ഒരു വിശ്വാസ ജീവിതം, ഒരു വിശുദ്ധിയുള്ള ജീവിതമുണ്ടോ? ഒരു സമർപ്പണ ജീവിതമുണ്ടോ? ഇതൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ക്രിസ്തുവിൽ വളരുവാൻ സാധിക്കത്തുള്ളൂ. ക്രിസ്തു എന്ന തലയോളം നമ്മൾ ഓരോരുത്തരും വളരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവം ഇന്ന് പകൽക്കാലം പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ ഫലം കായ്ക്കണം. കാരണം ഫലമില്ലാത്ത വൃക്ഷം ആർക്കും ഇഷ്ടമല്ല. ഫലമില്ലാത്ത വൃക്ഷത്തിന്റെ അടുത്തേക്ക് ആൾക്കാർ വരാൻ ആഗ്രഹിക്കത്തില്ല. എന്നാൽ തളിർത്ത് നിൽക്കുന്ന, പച്ചപ്പിൽ നിൽക്കുന്ന വൃക്ഷവും അത് നിറച്ച് ഫലവും കായ്ച്ചു നിൽക്കുമ്പോൾ ആർക്കും അതിലേക്ക് അടുത്തു വരുവാൻ കഴിയും. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം പറയുന്നു, വിശ്വാസത്താൽ കർത്താവിനെ അംഗീകരിച്ച ഒരു ദൈവവേദനെ, നിങ്ങൾ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു സത്യ ദൈവവിശ്വാസിയാണോ എങ്കിൽ നിങ്ങൾ വളരാൻ പോകുക.
നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാ. നിങ്ങളുടെ പ്രതികൂലങ്ങൾ മാറാൻ പോകുകയാ. നിങ്ങളുടെ വിഷമങ്ങൾ മാറാൻ പോകുകയാ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ പോകുകയാ. നിങ്ങളുടെ ഉപവാസത്തിനും അതേ സമർപ്പണത്തിനും ആരാധനയ്ക്കും ദൈവം പ്രവർത്തിക്കാൻ പോകുകയാ. നിങ്ങളുടെ കണ്ണുനീരിനെ ദൈവം തുടയ്ക്കാൻ പോകുകയാ. നിങ്ങളുടെ ഇല്ലായ്മകളെ ദൈവം മാറ്റാൻ പോകുകയാ. നിങ്ങളുടെ ശൂന്യതകളെ ദൈവം മാറ്റാൻ പോകുകയാ. ആകയാൽ ഇന്നത്തെ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ നിരാശ മാറട്ടെ. നിങ്ങളെ ഞെരുക്കി വെച്ച മണ്ഡലങ്ങളെ വിട്ട് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ ഒന്ന് സ്വീകരിക്കുമോ? യേശു കർത്താവിനോടൊന്ന് പറയുമോ, കർത്താവേ എൻ്റെ കുറവുകൾ ക്ഷമിച്ച് അങ്ങ് എന്നിലേക്കൊന്ന് വരണം, ഞാൻ അങ്ങിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കൂടെ വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, നമ്മുടെ അടുത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. പ്രവചന പുസ്തകത്തിൽ പറയുന്നു, അവൻ അടുത്തിരിക്കുമ്പോൾ നിങ്ങൾ അവനെ വിളിച്ചപേക്ഷിക്കുക. നമ്മുടെ ദൈവം ദൂരത്തല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം അടുത്ത് തന്നെ ഉണ്ട്. ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ അരികിലുണ്ടെന്ന്. നിങ്ങൾ രോഗിയായി കിടക്കിലാണോ? നിങ്ങൾ ഏത് പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ടാണോ ഈ വചനം ശ്രദ്ധിക്കുന്നതെങ്കിൽ ദൈവാത്മാവ് നിങ്ങളോട് പറയാൻ പറയുന്നു, ദൈവ സാന്നിധ്യം അവിടെയുണ്ട്, യേശു അവിടെയുണ്ട്. ആ യേശുവിനെ നിങ്ങൾ അംഗീകരിക്കുമോ, സ്വീകരിക്കുമോ? നിങ്ങൾക്കൊരു വളർച്ച കിട്ടും. നിങ്ങൾ വളരപ്പെടാൻ പോകുകയാണ്. ഒന്നിനു പുറകെ ഒന്നൊന്നായി ക്രിസ്തു എന്ന തലയോളം നിങ്ങളെ വളർത്തി ഒരു ദൈവവേദന എന്നൊരു പദവിയിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ നിങ്ങളെ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരുന്നു കൊണ്ട് കർത്താവേ എന്നെ വളർത്തണമേ, അനുഗ്രഹിക്കണമെന്ന് പറയുവാൻ എത്ര പേർക്ക് സാധിക്കും? ആകയാൽ ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിലായി തീരുക. ഇന്ന് പകൽക്കാലം നിങ്ങൾ എവിടെയൊക്കെയാണോ ഒതുങ്ങിപ്പോയത് ആ മേഖലകളിൽ നിന്നൊക്കെ ദൈവം നിങ്ങളെ വളർത്തും. വിശ്വസിക്കുക, ദൈവം വിശ്വസന. നിങ്ങളുടെ രോഗം മാറും, നിങ്ങളുടെ കടഭാരം മാറും, നിങ്ങളുടെ മാനസിക വിഷമങ്ങൾ മാറും, നിങ്ങളുടെ പാപബന്ധനങ്ങൾ വഴി മാറും. നിങ്ങൾക്ക് ഇന്ന് വരെയും ഒരു പക്ഷേ മദ്യപാനത്തിൽ നിന്നോ ലോകപ്രകാരമുള്ള പല വഴികളിൽ നിന്നും നിങ്ങൾക്ക് മാറുവാൻ കഴിയാത്ത ഒരാളാണോ നിങ്ങളിത് ശ്രദ്ധിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ദൈവത്തിലേക്ക് അടുത്തു വാ, യേശുവിലേക്ക് മടങ്ങി വാ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ഞെരുക്കങ്ങളെ മാറ്റി നിങ്ങളുടെ കുടുംബത്തിനകത്തും വ്യക്തി ജീവിതത്തിലും നിങ്ങളുടെ അതേ ആത്മീക മണ്ഡലങ്ങളിൽ ദൈവം നിങ്ങളെ വളർത്തും. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വചനം അനുഗ്രഹമായി നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക. ദൈവം നിങ്ങളെല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാണ്.